ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ നവാബി ഷമായിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളും ഒരുപാട് സമയം ഒന്നും നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ട. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നവാബി ഷമായി എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു നവാബി ഷമായി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ ഈ ഒരു തരത്തിലുള്ള നേരിയ ടൈപ്പായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം ഈ ഒരു തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ആ കട്ടിയുള്ള സേമിയ വെച്ചിട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. കിട്ടുവാണെങ്കിൽ ഇതന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ റോസ്റ്റഡ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് അല്ലാതെ സേമിയ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മളിത് വേവിച്ചിട്ടൊന്നും കഴിക്കുന്നതല്ല, നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ്, നമ്മൾ ചെറുതായിട്ടൊരു ഫ്രൈ ചെയ്യുന്ന ടൈപ്പിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സേമിയ നമുക്ക് ചെറുതായിട്ട് നമ്മൾ പായസത്തിലൊക്കെ കട്ട് ചെയ്യുന്നതിൽ നല്ല പൊടിയായിട്ട് ഒന്ന് കൈ വെച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ആയാലും ബട്ടർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗീ ഒന്ന് മെൽട്ടായി വന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാനൊരു കറക്റ്റ് ഒരു മെഷറിങ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാനായിട്ട് താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുന്തിരി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യൊക്കെ സേമിയയായിട്ട് നല്ല രീതിയിൽ മിക്സായി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ ആദ്യം തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മധുരമായിട്ട് പോകും. ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ. പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ സേമിയ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതി കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സേമിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മിഡിലായിട്ട് ഒരു ക്രീമി ആയിട്ടുള്ള മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഇനി 750 ml പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊന്ന് നമുക്ക് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഉടനെ ഒരു വിസ്കോ ഫോർക്കോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് കിട്ടില്ല. അപ്പോൾ പാൽപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് 3-4 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം മുന്നേ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് വെറും പഞ്ചസാര മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക, പ്രശ്നമൊന്നുമില്ല. അല്ലാതെ പഞ്ചസാര ആവശ്യമില്ല മിൽക്ക് മെയ്ഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഇപ്പോൾ അത്യാവശ്യം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത ഉടനെ ഒരു വിസ്കോ ഒരു ഫോർക്കോ വെച്ചിട്ട് ഉടനെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ആ കട്ടയൊക്കെ ഒന്ന് അടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. അപ്പോൾ 1-2 മിനിറ്റ് നമുക്ക് കോൺഫ്ലവർ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കാരണം ആ ഒരു പച്ച ചുവയൊക്കെ മാറി കിട്ടുന്നത് നല്ലതായിരിക്കും, എങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരുന്നൊരു മിക്സ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ക്രീമി ആയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ഉടനെ ഇതുപോലെ തന്നെ ഒരു മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ നവാബി ഷമായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ട്രേ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ അതിൻ്റെ നേരെ പാതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളൂ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിലായിട്ട് പോവരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്ത് കൊടുക്കുക, എങ്കിലും നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും സേമിയ ഫുള്ള് കവറാകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഈ ഒരു രീതിയിൽ ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഭാഗം ബാക്കി വെച്ചിരുന്നില്ലേ ആ സേമിയ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ക്രീം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്തേക്കും സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരി എന്താണോ ഉള്ളത് അതൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഡെക്കറേഷന് മാത്രം. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിസ്തയോ ബദാമോ എന്താണോ ഇടാൻ താല്പര്യമുള്ള അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിപ്പം ഞാൻ 2 ലെയർ ആക്കിയിട്ടല്ലേ ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ലെയർ ആവശ്യം അതിന് കണക്കായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നവാബി ഷമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈഡൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ട്. അപ്പോൾ വെറുതെ പറയല്ലേ, ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കും, ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.